Hello everyone, welcome to Road to Bethlehem. നമ്മൾ ക്രിസ്മസ് പ്രിപ്പറേഷന്റെ 10ാം ദിനത്തിലെത്തി. ഇന്ന് മഹനീദാത്ത്. ഇന്ന് നമ്മൾ ഫാമിലിയുടെ റിഫ്ലക്ട് ചെയ്യേണ്ട ബൈബിൾ വാക്യം ജഡ്ജസ് ചാപ്റ്റർ 13 വേഴ്സ് 15 to 25. നമ്മുടെ ഫസ്റ്റ് സെഗ്മെന്റ് ദ ബൈബിൾ വേർഡ്. ന്യായാധിപന്മാരുടെ പുസ്തകം 13-ാം അധ്യായം 8 മുതൽ 25 വരെയുള്ള തിരുവചനങ്ങളാണ് നമ്മൾ ഇന്ന് വചനവിചിന്തനത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്നത്. ന്യായാധിപന്മാരുടെ പുസ്തകം വായിക്കുമ്പോൾ ഒരു കാര്യം നമ്മുടെ ശ്രദ്ധയിൽപ്പെടാതിരിക്കില്ല. അതെന്താണെന്നോ, ഒരു വാക്യമാണത്. ഒരുപാട് പ്രാവശ്യം വീണ്ടും വീണ്ടും അത് പറയുന്നുണ്ട്. അത് ഇങ്ങനെയാണ്: ഇസ്രായേൽ ജനം വീണ്ടും കർത്താവിൻ്റെ മുൻപിൽ തിന്മ ചെയ്തു. ഇസ്രായേൽ ജനം തിന്മ ചെയ്യുമ്പോൾ അവരുടെ ജീവിതത്തിൽ ദുരിതങ്ങൾ വന്നു ചേരുന്നു. പക്ഷെ ഒരിക്കൽ പോലും ദൈവം അവരെ കൈവിടുന്നില്ല. അവർ തിന്മ ചെയ്ത് അനർത്ഥം വരുത്തിവെക്കുന്നു, പക്ഷെ കർത്താവ് വീണ്ടും രക്ഷിക്കുന്നു. അവർ വീണ്ടും തിന്മ ചെയ്ത് അനർത്ഥം വരുത്തിവെക്കുന്നു, പക്ഷെ കർത്താവ് വീണ്ടും രക്ഷിക്കുന്നു. എത്ര വലിയ സ്നേഹമാണല്ലേ മനുഷ്യനോട്! ഇതുപോലൊരു സാഹചര്യത്തിൽ ഇസ്രായേൽ ജനത്തെ ഫിലിസ്തീനിൽ നിന്നും രക്ഷിക്കുക എന്ന നിയോഗത്തിന്റെ ഭാഗമായി സാംസൺ ജനിക്കുന്നു. ഇതിനെക്കുറിച്ചാണ് 8 മുതൽ 25 വരെയുള്ള തിരുവചനങ്ങളിലൂടെ പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കുന്നത്. വീണ്ടും വീണ്ടും തിന്മ ചെയ്താലും മനുഷ്യനെ രക്ഷിക്കുന്ന ദൈവത്തിന്റെ ക്ഷമിക്കുന്ന സ്നേഹവും കരുതലും നമുക്കോർക്കാം. ഈ ദൈവം എന്നോടും ക്ഷമിക്കും, എന്നെയും രക്ഷിക്കും എന്ന് നമുക്ക് വിശ്വസിക്കാം. അതുകൊണ്ട് പാപങ്ങൾ അവിടുത്തോട് ഏറ്റുപറഞ്ഞ് കൂട്ടുകൂടാം. ഇനി ഒരിക്കലും വേദനിപ്പിക്കാതിരിക്കുകയും ചെയ്യും. അപ്പോൾ മറക്കാതെ വായിക്കാം ന്യായാധിപന്മാർ 13-ാം അധ്യായം 8 മുതൽ 25 വരെയുള്ള തിരുവചനങ്ങൾ. നമ്മുടെ ബൈബിൾ റിഫ്ലക്റ്റിംഗ് ഒക്കെ കഴിഞ്ഞതല്ലേ? നമുക്കൊരു സ്റ്റോറി കേട്ടാലോ? നമുക്ക് ഒരു എക്സൈറ്റിംഗ് സ്റ്റോറിയോടെ കാത്തിരിക്കുന്നുണ്ട്. സോ ലെറ്റ്സ് മൂവ് ടു സ്റ്റോറി ടൈം. ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സ്റ്റോറി ടൈമിലേക്ക് സ്വാഗതം. ഹെലൻ കെല്ലറിനെ നിങ്ങൾക്ക് അറിയാമോ? അറിയാം. ധാരാളം പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട് അല്ലേ? കണ്ണ് കാണത്തില്ല, ചെവി കേൾക്കത്തില്ല, പക്ഷേ പുസ്തകത്തിലൂടെ അനേകരെ പ്രചോദിപ്പിച്ചു. അപ്പോൾ ഹെലൻ കെല്ലറിനെ ഈ അക്ഷരങ്ങൾ പഠിപ്പിച്ചതും ഈ ഒരു അക്ഷരത്തിൻ്റെ ലോകത്തിലേക്ക് നയിച്ച ഒരു ടീച്ചറുണ്ട്. ആൻ സള്ളിവൻ എന്നാണ് പേര്. അലിസാൻഡ് ഇപ്പോൾ പറയാൻ പോകുന്ന ആൻ സള്ളിവൻ്റെ ജീവിതത്തിലെ ഒരു സംഭവമാണ്. ആൻ സള്ളിവൻ ഒരു സാധാരണ വീട്ടിലെ അംഗമായിരുന്നു. പെട്ടെന്നൊരു പ്രത്യേക സാഹചര്യത്തിൽ മാതാപിതാക്കൾ നഷ്ടപ്പെടുന്നു. പിന്നെ ഇവൾക്ക് ആകെ ഉണ്ടായിരുന്നത് ആങ്ങളെയായിരുന്നു. ആങ്ങളെയും പെങ്ങളും ഭയങ്കര കൂട്ടാണ്. അങ്ങനെ സന്തോഷമായിട്ട് ഇവർ പിന്നെ ഓർഫനേജിലാണ് താമസിച്ചിരുന്നത്. ഒരവസരത്തിൽ ആങ്ങളെയും പെട്ടെന്ന് മരിച്ചു പോകും. അതോടെ ആൻ സള്ളിവന് വല്ലാത്ത നിരാശയായി, ദുഃഖമായി, ആരോടും സംസാരിക്കത്തില്ലെന്ന് മാത്രമല്ല, ചില സമയത്ത് അരിശം വന്നു കഴിഞ്ഞാൽ വയലൻ്റ് ആവുമായിരുന്നു, ആളുകളെ ഉപദ്രവിക്കും. അങ്ങനെ ആൻ സള്ളിവനെ ഒരു സെല്ലിനകത്ത് ഇട്ടിരുന്നു കുറേ കാലം. അപ്പോൾ ഈ സെല്ലിനകത്തേക്ക് ആരും ചെല്ലത്തില്ല. ഈ മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നതുകൊണ്ടാണ് സെല്ലിൽ അടച്ചത്. അപ്പം ആ ഓർഫനേജിൽ ആരെങ്കിലും ഭക്ഷണം കൊടുക്കാൻ ചെല്ലുമ്പോൾ ആ സെല്ലിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ ഭക്ഷണം വെച്ച് കൊടുത്തിട്ട് പെട്ടെന്ന് മാറിപ്പോരും. പക്ഷേ ഈ ആൻ സള്ളിവനോട് അവിടുത്തെ തൂപ്പുകാരി ചേച്ചിക്ക് ഒരു പ്രത്യേക സ്നേഹം തോന്നുകയാണ്. ചേച്ചി ഒരു ദിവസം ധൈര്യത്തോടെ ഈ ഭക്ഷണമായിട്ട് അവളുടെ സെല്ലിനകത്തേക്ക് ചെല്ലാം. അപ്പോൾ ഇവളിങ്ങനെ മുഖം കുനിച്ചിങ്ങനെ ഇരിക്കുകയാണ്. ചെന്ന് പതിയെ തോളിൽ പിടിച്ചിട്ട് പറഞ്ഞു, മോളെ ആൻ. ആ വിളിയിൽ അവൾ പെട്ടെന്നൊന്ന് പതിയെ ഞെട്ടി ഇങ്ങനെ ഒന്ന് നോക്കി. അപ്പം ആ തൂപ്പുകാരി ചേച്ചി പറഞ്ഞു, മോളിത് കഴിക്ക്, വിശന്നിരിക്കേണ്ട, കഴിക്ക്. സ്നേഹത്തോടെ ആ തൂപ്പുകാരി ചേച്ചി അത് പറഞ്ഞപ്പോൾ പതിയെ ആൻ സള്ളിവൻ ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. ആ ചേച്ചി എടുത്തു കൊടുത്തു. അങ്ങനെ പിന്നീട് അവർ തമ്മിൽ അങ്ങ് കൂട്ടായി. പിന്നെ ഈ തൂപ്പുകാരി ചേച്ചി മിക്ക ദിവസവും ബിസ്ക്കറ്റ്സും ചോക്ലേറ്റ്സൊക്കെ കൊണ്ടുവന്ന് കൊടുക്കുമായിരുന്നു. അങ്ങനെ ആൻ സള്ളിവനെ ലൈഫിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു. മറ്റൊരവസരത്തിൽ ആൻ സള്ളിവനോട് ഒരു ഇൻ്റർവ്യൂവർ ചോദിച്ചു, നിങ്ങളുടെ ലൈഫിൽ നിങ്ങളെ ഏറ്റവും സ്വാധീനിച്ച വ്യക്തി ആരാണ്? അപ്പം പറയും, ആ തൂപ്പുകാരി ചേച്ചിയാണ്. അപ്പം നമുക്ക് മറ്റുള്ളവരെ സ്വാധീനിക്കാൻ പറ്റണം അല്ലേ? ഈ സ്നേഹം എന്ന് പറയുന്നത് അതിനൊരു മാജിക്കൽ പവർ ഉണ്ടെന്നാണ് പറയുന്നത്. ഈശോയെക്കുറിച്ച് എന്താ പറഞ്ഞത്? ദൈവം, യോഹന്നാൻ്റെ ലേഖനത്തിൽ നമ്മൾ എന്താ വായിക്കുന്നത്? സുവിശേഷത്തിൻ്റെ ലേഖനത്തിലും പറഞ്ഞു ദൈവം സ്നേഹമാണ് അല്ലേ? യോഹന്നാൻ സ്ലീഹ ഈശോയോട് ഏറ്റവും അറ്റാച്ച്മെൻ്റ് ഉണ്ടായിരുന്നൊരു ശിഷ്യനാണ്. യോഹന്നാനാണ് പറയുന്നത് ദൈവം സ്നേഹമാണ്.
അപ്പോൾ ഈ സ്നേഹത്തിലായിരിക്കാനും സ്നേഹം പങ്കുവയ്ക്കാനും ഒക്കെയാണ് നമ്മൾ ഓരോരുത്തരും വിളിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പം നല്ല സ്വാധീനമാവുക എന്നതിനൊരു അതർ മീനിങ് സ്നേഹമാവുക എന്നുള്ളതാണ്. അപ്പോൾ ക്രിസ്മസ് ഈസ് ലവ്. അപ്പം നമുക്ക് കൂടുതലായിട്ട് ഈ ഒരു സ്നേഹം കിട്ടാനായിട്ട് നമുക്ക് ആഗ്രഹിക്കാം. നല്ല സ്വാധീനങ്ങളായിട്ട് നമുക്ക് മാറാം. ബൈ. നമ്മൾ കഥ കേട്ടോലെ നമ്മുടെ ജീവിതത്തിലുണ്ടോ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഗൈഡ് ചെയ്യുന്ന കുറേ പേർ? ഓ ഏഞ്ചല, ഇന്ന് ഏതാ സ്ഥലം? ഇന്ന് നമ്മൾ ഓസ്ട്രേലിയയുടെ ക്രിസ്മസ് കാഴ്ചകളാണ് കാണാൻ പോകുന്നത്. അപ്പോ ക്രിസ്മസ് അറൗണ്ട് ദ വേൾഡ്. മറ്റ് രാജ്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഓസ്ട്രേലിയയിൽ വേനൽക്കാല അവധി സമയത്താണ് ക്രിസ്മസ്. ഡിസംബർ പകുതി മുതൽ ഫെബ്രുവരി ആദ്യം വരെയാണ് ഈ വേനൽക്കാലം. ഓസ്ട്രേലിയയിലെ കുട്ടികളെല്ലാം ചൂടുകാല അവധി ദിവസങ്ങളിൽ വളരെ സന്തോഷമുള്ളവരായിരിക്കും. കാരണം ക്രിസ്മസ് തന്നെ. ക്രിസ്മസ് സമയത്തെ വീടൊരുക്കലും മത്സരബുദ്ധിയോടെയാണ് ഇവിടുത്തുകാർ ചെയ്യുന്നത്. മുൻവാതിൽ മുതൽ വീട് മുഴുവൻ വളരെ വ്യത്യസ്തമായി നയന മനോഹരമാക്കി തീർക്കും. അതിനുശേഷം പരസ്പരമുള്ള വീട് സന്ദർശനത്തിലൂടെ ക്രിസ്മസ് ഡെക്കറേഷൻസ് ആസ്വദിക്കുന്നതും ഓസ്ട്രേലിയക്കാർക്ക് വളരെ സന്തോഷമുള്ള കാര്യമാണ്. വീടുകൾ മാത്രമല്ല, തെരുവും നഗരവും എല്ലാം വളരെ ഭംഗിയോടെ ഇവിടുത്തുകാർ ക്രിസ്മസ് കാലത്ത് അലങ്കരിക്കും. ഓസ്ട്രേലിയയിലെ സിഡ്നിയിൽ നടക്കുന്ന സ്ട്രീറ്റ് ഡിസ്പ്ലേ അത്തരത്തിൽ വളരെ പ്രശസ്തമാണ്. ഈ സ്ട്രീറ്റ് ഡിസ്പ്ലേ കാണാൻ ധാരാളം ആളുകൾ വരും. അവരിൽ നിന്നും ലഭിക്കുന്ന പണം ഇവർ ചാരിറ്റി പ്രവർത്തനങ്ങൾക്കാണ് ഉപയോഗിക്കുന്നത്. ഓസ്ട്രേലിയക്കാർ ക്രിസ്മസ് സമയത്ത് അലങ്കാരത്തിനായി ഉപയോഗിക്കുന്ന ഒരു ചെടിയുണ്ട്. ക്രിസ്മസ് ബുഷ് എന്നറിയപ്പെടുന്ന പച്ച നിറമുള്ള ക്രീം കളർ പൂക്കളുള്ള ഈ ചെടിക്ക് ഒരു പ്രത്യേകതയുണ്ട്. ക്രിസ്മസ് സമയത്ത് ഇതിന്റെ പൂക്കൾക്ക് ക്രീം കളർ മാറി റെഡ് കളർ വന്നു ചേരും. അതുകൊണ്ടാണ് ഈ ചെടിയെ ക്രിസ്മസ് ബുഷ് എന്ന് വിളിക്കുന്നതും ഓസ്ട്രേലിയയിലെ വീടുകളിൽ അലങ്കാരത്തിനായി ഈ ചെടിയെ ഉപയോഗിക്കുന്നതും. സാന്റാക്ലോസുമായി ഓസ്ട്രേലിയയിലെ കുട്ടികളുടെ സൗഹൃദം എല്ലായിടത്തെയും പോലെ ഇവിടെയും സാധാരണമായ കാര്യമാണ്. സാന്റായെ സ്വാഗതം ചെയ്യാൻ ഇവിടുത്തെ കുട്ടികൾക്ക് വലിയ സന്തോഷമാണ്. ഡിസംബർ 26 ഓസ്ട്രേലിയക്കാർക്ക് ബോക്സർ ഡേ ആണ്. ബന്ധുക്കളുടെയും കൂട്ടുകാരുടെയും വീടുകൾ സന്ദർശിക്കും, സമ്മാനങ്ങൾ കൈമാറും, അവരോടൊപ്പം സമയം ചെലവിടും. ഈ സമയമാണ് ഇവിടുത്തെ കുടുംബങ്ങൾ ഉല്ലാസയാത്രയ്ക്കായി ഉപയോഗിക്കുന്നത്. ഒരു ഫാമിലി ടൈം കൂടെയാണ് ഓസ്ട്രേലിയക്കാർക്ക് ക്രിസ്മസ് സീസൺ. ഓസ്ട്രേലിയയിലെ മറ്റൊരു വേറിട്ട മനോഹരമായ കാഴ്ചയാണ് കാൻഡിൽ ലൈറ്റ് കരോൾ സിംഗിങ്. പ്രധാനപ്പെട്ട നഗരങ്ങളിലെല്ലാം തന്നെ ക്രിസ്മസ് സമയത്ത് കാൻഡിൽ ലൈറ്റ് കരോൾ സിംഗിങ് സംഘടിപ്പിക്കും. ഓസ്ട്രേലിയയിലെ വളരെ പ്രശസ്തരായ ഗായകരും സംഗീതജ്ഞരും കരോൾ സിംഗിങ്ങിനായി ഒരുമിച്ച് കൂടും. മറ്റ് പ്രകാശ സംവിധാനങ്ങൾ ഒന്നും തന്നെ ഇല്ലാതെ മെഴുകുതിരിയുടെ വെളിച്ചത്തിൽ നടത്തുന്ന ഈ സംഗീത പരിപാടി വളരെ മനോഹരവും ആനന്ദകരവുമാണ്. സിഡ്നി, മെൽബൺ, ബ്രിസ്ബെയിൻ എന്നീ സ്ഥലങ്ങളിൽ വെച്ച് നടക്കുന്ന കാൻഡിൽ ലൈറ്റ് കരോൾസ് വളരെ പ്രശസ്തമാണ്. അതിനുവേണ്ടി തന്നെ ആളുകൾ ഒന്നിച്ചു കൂടും. ഓസ്ട്രേലിയക്കാർക്ക് ക്രിസ്മസിന് പ്രത്യേക വിഭവങ്ങളുണ്ട്. സീ ഫുഡ്സ് ആണ് കൂടുതലായി ഉപയോഗിക്കുന്നത്. കുടുംബാംഗങ്ങൾ ഒരുമിച്ചുള്ള ഉച്ചഭക്ഷണവും അതിനുശേഷമുള്ള ഉല്ലാസങ്ങളും എല്ലാം കൊണ്ടും ഓസ്ട്രേലിയൻസിന് ഒരിക്കലും മറക്കാനാവാത്ത ഓർമ്മകളാണ് ഓരോ ക്രിസ്മസ് ദിനങ്ങളും സമ്മാനിക്കുന്നത്. നമ്മൾ ഓസ്ട്രേലിയയിലെ ക്രിസ്മസ് കാഴ്ചകൾ കണ്ടു. ഇനി എന്താ? ഇനി നമുക്കൊരു പുതിയ പാട്ട് കേൾക്കാം. അവർ നെക്സ്റ്റ് സെഗ്മെന്റ് കാരൽ സിംഗിങ്.
ഹായ് ഫ്രണ്ട്സ്, റോഡ് ടു ബെത്ലഹേം എന്നീ പ്രോഗ്രാമിൽ ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് വളരെ പ്രശസ്തമായിട്ടുള്ള ആദസ്തെ ഫിദേലസ് എന്ന മനോഹരമായിട്ടുള്ള ഒരു ഗാനമാണ്. ഈ ഗാനം നിങ്ങൾക്കായിട്ട് ആലപിക്കുന്നത് വൈപ്പിൻ കർത്തേടം സെൻറ്റ് ജോർജ് ഇടവകയിലെ കൂട്ടുകാരാണ്. സോ ലെറ്റ്സ് എൻജോയ്. സ്ഥലം പിന്നെ ഇന്ന് മഹനേതാൻ. ചാർട്ട് പേപ്പറും പേനയും എടുത്ത് റെഡി ആയിക്കോ. നിങ്ങൾ മാർക്ക് ചെയ്തോ മഹനേതാൻ. ഞങ്ങൾ മാർക്ക് ചെയ്യാൻ പോവാ. വാ. ഇന്നത്തെ ആക്ടിവിറ്റി ആയിരുന്നു. ആക്ഷൻ ഇതാണ്. നിങ്ങൾ ഇൻഫ്ലുവൻസ് ചെയ്ത ആൾക്കാർ ആരൊക്കെയാണ് കണ്ടെത്താം. ഇതാണ് ഇന്നത്തെ ആക്ഷൻ. ഇന്നലെ നൽകിയ ചോദ്യത്തിനുത്തരം 7 പ്രാവശ്യം. ഉത്തരങ്ങൾ അയച്ചവരിൽ നിന്ന് തിരഞ്ഞെടുത്ത വിജയി സൂസന്ന ജോർജ്, തിരുക്കുടുംബാശ്രമം ഹൗസ്, എടക്കുരിശി, കരിമ്പ PO, പാലക്കാട് ഡിസ്ട്രിക്ട്. കൂട്ടുകാരെ ശ്രദ്ധിച്ചു കേട്ടോ. ഇന്നത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. മനോവയ്ക്ക് ദൈവം നൽകിയ മകന്റെ പേരെന്ത്? ഞാൻ ഒന്നും കൂടെ പറയാം. മനോവയ്ക്ക് ദൈവം നൽകിയ മകന്റെ പേരെന്ത്? നിങ്ങൾ വേഗം ഉത്തരം അയക്കുക. ഉത്തരം അയക്കേണ്ട നമ്പർ 9605818881. ഞാൻ ഒന്നും കൂടെയും പറയാം, 9605818881. നമ്മുടെ 10ാമത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. നാളെ നമുക്ക് വീണ്ടും ഒരു പുതിയ എപ്പിസോഡിൽ കണ്ടുമുട്ടാം. ബൈ.